വിമതസേന സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമാക്രമണം ശക്തമാവുകയാണ്. അരാജകത്വത്തിലേക്ക് നീങ്ങാതെ സിറിയയിൽ സ്ഥിരതയുള്ള സർക്കാർ രൂപീകരണത്തിനായി ഇടപെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. സിറിയയ്ക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. സിറിയൻ സേനയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സിറിയൻ സേനയുടെ ആയുധശേഖരം വിമതസേനയുടെ പക്കൽ എത്തുന്നത് തടയാനാണ് ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തതെന്നാണ് ഇസ്രായേൽ വിശദീകരണം. അരാജകത്വത്തിലേക്ക് നീങ്ങാതെ സിറിയയിൽ സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഇതിനായി സിറിയയ്ക്കും സമീപ രാജ്യങ്ങൾക്കും നയതന്ത്ര പിന്തുണയും ആവശ്യമെങ്കിൽ സൈനിക പിന്തുണയും നൽകുമെന്നും ബൈഡൻ വ്യക്തമാക്കി. സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ഹയാത്ത് അഖ്തീർ അൽ ഷാം നേതാവ് അബു മുഹമ്മദ് അൽ ജുബാനി വിജയപ്രഖ്യാപനം നടത്തി. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ 1300 വർഷം പഴക്കമുള്ള പള്ളിയിൽ നിന്നായിരുന്നു പ്രഖ്യാപനം. ഇസ്ലാമിക രാജ്യങ്ങളുടെ വിജയമെന്നാണ് വിശേഷിപ്പിച്ചത്. വിമതർ ദമാസ്കസ് പിടിച്ചെടുക്കുന്നതിന് തൊട്ടുമുൻപ് രാജ്യം വിട്ട പ്രസിഡന്റ് ബഷർ അൽ അസദും കുടുംബവും മോസ്കോയിലുണ്ടെന്നും മനുഷ്യത്വപരമായ കാരണങ്ങളാൽ അവർക്ക് റഷ്യ അഭയം നൽകിയതായും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.